ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനയാസ്. ആദ്യം തന്നെ കൈക്കൊണ്ട് എൻ്റെ ആക്ഷൻസ് കാണിക്കും. സ്വാഭാവികം. എൻ്റെ ഇപ്പോൾ 2 പേപ്പറുണ്ട്. ഒരു പശ എടുക്കണം നമ്മൾ അതിൻ്റെ ചെറിയ ക്രാഫ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ പേപ്പറിൻ്റെ മേലെ പാമ്പ കഴിയൂലേ ഇങ്ങനെ വളഞ്ഞും പിരിഞ്ഞൊക്കെ അതേക്കമാതിരി ഫുള്ളായിട്ട് ഒരു പേപ്പർ ഫുള്ളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത് ടിഷ്യൂ ആണ്, അതുകൊണ്ട് അങ്ങോട്ടിട്ട് ശരിക്കും അങ്ങോട്ട് എത്താവുന്നില്ല. എന്താ പശ ശരിക്കും പശ ഒട്ടുന്നുണ്ട്. പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. പശയിൽ നിലത്തൊട്ടി പിടിക്കുക, അത് മാത്രമല്ല പുറത്തേക്ക് യെല്ലോ കളർ കാണുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ, പൈനാപ്പിളിൻ്റെ മണം. പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ തന്നെ. ഞാൻ എന്തൊക്കെയോ പിച്ചിമ്പയും പറയും. ഇത് എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെങ്കിലും കൊടുക്കണം. പശ ഉള്ളതുകൊണ്ടാണ് ഗൈസ് അത് ബോൾ ഷേപ്പിലാണ്. വെള്ളം ഒന്നും ഒരിക്കലും ആക്കി കൊടുക്കില്ലേ, ആദ്യം പറയട്ടെ. വെള്ളം ഒരിക്കലും ആക്കി കൊടുക്കരുത്. ചെറിയ പിണക്കങ്ങളാണ്. അതിൻ്റെ മേലേക്ക് വേറെ ടിഷ്യൂ കൂടി ഒട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ബോള് ടിഷ്യൂ ബോളിൻ്റെ ഇടയിലേക്ക് എൻ്റെ അനിയൻ കൊണ്ടുവന്നിട്ട് മയിൽപ്പീലി ആക്കണേ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ബോള് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഇട്ടാപ്പൊട്ടി എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ പറയുക. ഇട്ടാപ്പൊട്ടി അറിയോ? ഇട്ടാപ്പൊട്ടിയല്ല, സോറി, കിഴിയൊക്കെ ഇങ്ങനെ ഉണ്ട്. ഈ ഒരു രീതി ഇതെങ്ങനെ അതും നമുക്കതൊന്ന് ബോളാക്കി കൊടുക്കാം. ബോളാക്കിയിട്ട് നമുക്ക് ബോളാക്കിയതിൻ്റെ ശേഷം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇത് ഉണക്കണേന് 2 ദിവസം വേണ്ടി. അപ്പം നമുക്കിത് കുറച്ച് ദിവസത്തിന് കൂട്ടിയിട്ട് ഒന്ന് വയ്ക്കാം. അപ്പം അതുവരെ കാത്തിക്കൂലേ. അത് മാത്രമല്ല, ഇപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ലൈക്കും സബ്സ്ക്രൈബും കുത്തിപ്പൊട്ടിക്കുക. ഫോൺ കുത്തിപ്പൊട്ടിക്കേണ്ട, ലൈക്കും സബ്സ്ക്രൈബായിട്ടോ കുത്തിപ്പൊട്ടിക്കണ്ടേ.